ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സീനാസ് വേഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പല പേരിൽ അറിയപ്പെടുന്നത്, അതായത് ഇംഗ്ലീഷ് കീര, മധുരക്കീര, വേലിക്കീര അല്ലെങ്കിൽ പ്രഷർ കീര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചീര കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെയധികം വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഇലയാണ് ഈ ഇംഗ്ലീഷ് കീര എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു തോരനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മധുരക്കീര ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി തോർത്തിയെടുത്ത ഇലയാണ് കേട്ടോ. ഇത് വേലികളിലൊക്കെ നമുക്ക് പടർത്തിയെടുക്കാവുന്ന ഒരു ചീരയാണ്. വളരെ കെയറൊന്നും വേണ്ട, വളമൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് നന്നായിട്ട് പടർന്ന് കയറി ഇഷ്ടംപോലെ ഇലകളൊക്കെ വരുന്ന ഒരു ചീരയാണ്. അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇവയെ മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നും അറിയപ്പെടുന്നു. പോഷകങ്ങളുടെ കലവറയാണ്. മാംസ്യം, ധാതുക്കൾ എന്നിവയുടെ കലവറയാണ് ഈ ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴുകിയെടുത്ത ചീര നന്നായിട്ട് കുനുകുനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. കടായിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് നമുക്കിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 50 ഗ്രാം പരിപ്പ് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പയറും കൂട്ടി ഇത് തോരൻ വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പയർ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തോളം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. തീരെ അങ്ങ് ഉടഞ്ഞ് ചേരാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 പിടി തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത്, പിന്നെ 2 പച്ചമുളക്, അത് നന്നായിട്ട് പഴുത്ത മുളകാണ്, അതുകൊണ്ടാണ് വറ്റൽ മുളക് പോലെ ഇരിക്കുന്നത്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒരു ഒതുക്കിയ രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ കടായിയുടെ അടപ്പൊന്ന് തുറക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പയറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വറ്റേണ്ട കുറച്ച് വെള്ളം ബാക്കി നിൽക്കെ നമുക്ക് ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കണം. കാരണം ഇത് ചീരയ്ക്ക് ഇത്തിരി വേവുള്ളതാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ആവിയിലേക്ക് കിടന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ബാക്കി വന്നപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് അതിൻ്റെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തോരൻ വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇലകൾ എടുക്കുമ്പോൾ കുറച്ചധികം മുറ്റാത്ത ഇലകളാണ് എടുക്കേണ്ടത് കേട്ടോ. മേൽഭാഗത്തെ തളിരിലയും അതിനോട് ചേർന്നുള്ള കുറച്ച് ഇലയുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. മുറ്റിയ ഇല എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ അടച്ച് വെച്ചു. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും തുറന്നു. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പയറൊക്കെ വെന്ത് അങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് പയർ വെന്തിട്ടുമുണ്ട്. അപ്പോൾ വെള്ളവും വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മധ്യഭാഗം ഒന്ന് നീക്കി കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ആ മധ്യഭാഗത്ത് കുഴിച്ച സ്ഥലത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ആ ചീരയുടെ ഇത് മധ്യഭാഗത്തോട്ട് ആക്കിയിട്ട് ഈ അരപ്പൊന്ന് പൊതിഞ്ഞ് വെക്കണം കേട്ടോ. അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാനാണേ. അങ്ങനെ ഒരു 30 സെക്കൻഡ് നമുക്ക് ഇനി അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കാം. അപ്പോൾ അതാ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ആ ചീരയുടെ എല്ലാ ഭാഗത്തും ആയതിനു ശേഷം പിന്നെ ഒരു മധ്യഭാഗത്ത് വീണ്ടും ഒന്ന് ചീര ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട ആ മധ്യഭാഗത്തോട്ട് ഒഴിച്ച് കൊടുക്കാം.
ഈ മുട്ടയും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചിക്കി എടുക്കുമ്പോൾ ഈ തോരനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ല മണവുമാണ്. അപ്പോൾ അതാ മുട്ട ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മുട്ടയുടെ ഭാഗം മാത്രം ഒന്ന് ഇളക്കി ഒന്ന് ആ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ആ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം കൂടി ചേർത്തപ്പോൾ ഇളക്കിയെടുത്തപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷ് കീര കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തോരൻ ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. ഒരു പ്ലേറ്റ് ചോറ് കാലിയാകുന്ന വഴി തന്നെ അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പറഞ്ഞാലും തീരാത്ത വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്നു, ധാരാളം മാംസവും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കൊച്ചുമുഖക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വേലിക്കീര അല്ലെങ്കിൽ മധുരക്കീര കൊണ്ടുവച്ചുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പയറൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ, നല്ല ഉലർത്തിയെടുത്ത തോരനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കോരി കാണിച്ചു തരാം, കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്